ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. തൃശ്ശൂർ സൂവിലേക്ക് നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ നെഹ്റു പാർക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സൂവിലേക്കാണ് ആദ്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൂവിലെ കുറേ മൃഗങ്ങളെയും പക്ഷികളെയും പാമ്പുകളെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മ്യൂസിയത്തിലേക്ക് പോയപ്പോൾ കാണാൻ പറ്റിയില്ല. മ്യൂസിയം അന്ന് ഗവൺമെൻറ് ഹോളിഡേ ആയ കാര്യം കൊണ്ട് ഓഫായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്തു, കുറച്ച് മൃഗങ്ങളെയും ഒക്കെ കണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങുകയുണ്ടായത്. അപ്പോൾ ഇതിൽ ആഡ് ചെയ്തത് പറയുന്നത് നമ്മൾ കുറച്ച് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെയാണ് കേട്ടോ. കാരണം കാര്യമായിട്ട് അതൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. ഏകദേശം ഒരു 15 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും ഞാൻ സൂ ഒക്കെ വിസിറ്റ് ചെയ്തിട്ട് കേട്ടോ. കൊച്ചിയിലെ പോയതാണ്. ഒരു മാറ്റമില്ല, നമ്മുടെ സൂ അതുപോലെ തന്നെ ഇരിക്കണു. ചെറിയ എന്തൊക്കെ മാറ്റങ്ങളല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല, പുതുമകളായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്നേക്ക് കേട്ടോ. ഏതാ സ്നേക്ക് എന്ന് എനിക്കറിയില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. പിന്നെ ഇതാ മുതല പള്ളിമയക്കത്തിലാണ് തോന്നുന്നു. മുതല അവിടെ ഇങ്ങനെ എനങ്ങാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോനത് കുരങ്ങന്മാരെ കുറേ നേരം നിന്ന് നോക്കി. പിന്നെ കുട്ടികൾ ആകെ എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം അവർ ഈ പിക്ചേഴ്സിൽ മാത്രം കണ്ട മൃഗങ്ങളെയൊക്കെ നേരിട്ട് കാണില്ലേ, കാട്ടിൽ ആണ് വസിക്കുന്നതെന്ന് അറിയുന്ന കുറേ മൃഗങ്ങളെ അവർ കൂട്ടിലായിട്ട് കണ്ടു. അപ്പോൾ അത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ സൂന്ന് ഇറങ്ങി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ നെഹ്റു പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. ഇതാണ് നമ്മൾ നെഹ്റു പാർക്കിൽ പോയിട്ടുള്ള ആ ഒരു വിഷയം ഞാനിതിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ തകർത്ത് കളിക്കുകയായിരുന്നു എന്ന് പറയാം. പിന്നെ വേറൊന്നുമല്ല, നമ്മുടെ ഗവൺമെൻറ് ഹോളിഡേ ആയത് കാരണം കൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ പ്രത്യേകിച്ച് ഫീയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് എൻട്രി ഫീ ഒന്നുമില്ല. സോ എല്ലാവരും അവിടെ തന്നെയാണ് തോന്നുന്നു. നിറയെ ആളുകളുണ്ടായിരുന്നു. പാർക്ക് മൊത്തം നിറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളെ കൊണ്ടും മുതിർന്നവരെ കൊണ്ടും. പിന്നെ നമ്മൾ അവിടേക്ക് ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ നേരെ നമ്മൾ പോയി അവിടെ അടുത്തുള്ള ഒരു കഫേയിൽ കയറി ഐസ്ക്രീമും ജ്യൂസൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്